എവിടെയായിരുന്നു മോളെ ഇത്ര നേരം? ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരുന്നമ്മേ. ചുമ്മാ കാടോടി നടന്നു. ആരോഗ്യം നോക്കണ്ടേ? ഈ ആരോഗ്യം പോരെ അമ്മേ. പട്ടാളത്തിലൊന്നും ഞാൻ പോകുന്നില്ല. ശരി ശരി, ഇനിയെങ്കിലും വന്ന് വല്ലതും കഴിക്കും. മോളെ, അമ്മേ, ചേട്ടൻ ചേച്ചി വന്നിരിക്കുന്നു. അമ്മേ, ഇന്നലെ കാക്ക കരഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു സരസ് വരുമെന്ന്. കാക്കയാണോ ഞങ്ങളുടെ പരിപാടി നിശ്ചയിക്കുന്നത്? ഇത് നന്നായിരിക്കുന്നു. സാരി സെലക്ട് ചെയ്യാൻ ചേട്ടന് അസലായിട്ട് അറിയാം. എല്ലാം അറിയാം. എന്നാ ഒന്ന് പറഞ്ഞു. ആർക്കാണ് ഒന്നും അറിഞ്ഞുകൂടാത്തത്? ഞങ്ങളിവിടെ മറ്റുള്ളവരുടെ കാര്യമൊന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ ജപ്പാന്റെ കാര്യം പറയായിരുന്നു ചേട്ടാ. ഓഹോ, ജപ്പാനിലെയോ? അച്ഛൻ നല്ലൊരു മുണ്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചുമോള് മുത്തശ്ശിക്ക് ഒരു ഉമ്മ തന്നില്ലല്ലോ. അയ്യോ, ഞാൻ 10 ഉമ്മ കൊണ്ടുവന്നു. മുറ്റത്തച്ച് കുഞ്ഞമ്മ വാങ്ങിച്ചോളൂ. മുത്തശ്ശി പൊന്നുമോക്ക് മധുരമുള്ള 100 ഉമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ആഹാ, അപ്പൊ ഞാൻ ഉമ്മ തരാം. അച്ഛൻ അച്ഛന് സിനിമ കാണണം. ഓഹോ, ഞങ്ങളെന്ന് വെച്ചാ കുഞ്ഞമ്മയും ഞാനും മമ്മിയും. നിന്നോട് ഇപ്പൊ ഈ ഐഡിയ ആര് പറഞ്ഞു മോളെ? പോണം, ഇപ്പൊ പോണം. പോകമച്ചാ? ആ, മമ്മിയോട് തയ്യാറാകാൻ പറയും. മമ്മി നമ്മൾ സിനിമ കാണാം. മമ്മി, ഞാൻ വരുന്നില്ല മോളെ. ഇങ്ങോട്ടൊന്ന് ക്ഷീണം പോലും തീർന്നിട്ടില്ല. കുഞ്ഞമ്മ വരുമെങ്കിൽ വിളിച്ചോണ്ട്. കുഞ്ഞമ്മ വരും. അതെ, രാധയും കുഞ്ഞിനെ കൊണ്ടുവന്ന് സിനിമ കാണിക്കണം. നീ വരുന്നില്ലേ? എനിക്ക് വയ്യ. എന്താ? കാറിലിരുന്ന് നടുവിനൊരു വേദന. ചുമ്മാ ഇരിക്കല്ലേ, ഒന്നും കൊണ്ടുപോയി കാണിച്ചിട്ട് വരണം. ഇങ്ങനെ ഹലുവ വേണമെന്ന് പറഞ്ഞു. വരുമ്പോ ഞാൻ പറഞ്ഞേ, അമ്മ കള്ളം പറയാ. മനസ്സിലായി. ആക്കിക്കൊണ്ട് വരാം. അവരെല്ലാം പോയോ മോളെ? പോയമ്മേ. കുടത്തിന്റെ വാ മൂടിക്കെട്ടാം മോളെ. മനുഷ്യന്റെ വാ മൂടാൻ പറ്റുമോ? അവൾ അത്ര കാര്യവിവരം ഇല്ലാത്തവളാണോ അമ്മേ? വിവരമുള്ളവർക്ക് ആക്കടി പറ്റുന്നത്. അല്ലെങ്കിലും കുഞ്ഞിന്റെ അച്ഛന് കസ്തൂരിയോടുള്ള സ്നേഹം പോലെയാ രാധോട് പലപ്പോഴും പറയാറുണ്ട്. ഇന്നുമോളെ, രാധേ, സാരി നേരെ ചെയ്തു. തിന്നുവാണേ.
നല്ല മഞ്ഞാണ്. ടവലെടുത്ത് തലയിട്ടുകൊണ്ട് പുറത്തിറങ്ങണം. ഞാന് പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടു. അതെ, ഞാനും കേട്ടു. അച്ഛനെ മറ്റും വീണായിരിക്കും. ആയിരിക്കും ആയിരിക്കും. അല്ല, ഇതാര്? രവിയെ വളർന്നല്ലോ, ആളെ മാറിപ്പോയി. സരസ്വതി എപ്പോ വന്നു? ഇന്നലെ വന്നു. ഡ്രൈവറല്ലേ? മുൻവശത്തിരിക്കുകയാണ്. രവി ഇരിക്കേ. എന്തെല്ലാം വിശേഷം? എന്ത് വിശേഷം? അച്ഛൻ ആ പഴയ കാർ വിറ്റോ? അയ്യോ, അത് വിൽക്കാനോ? അരിവെപ്പും അച്ഛൻ തന്നെ. ഒന്നിനും ഒരു മാറ്റവുമില്ല. അപ്പോഴേ ആളുകളെ കൊണ്ട് അപവാദം പറയിക്കാതെ വേഗം ഒരു കല്യാണം കഴിക്കണ്ടേ? എല്ലാവരും കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിക്കുന്ന അല്ലാതെ കല്യാണം നടത്തി തരാൻ ആരുമില്ല. ഭീരുക്കൾ ഇങ്ങനെ പഴി പറഞ്ഞോട് നടക്കും. എന്താ, ഞാനിപ്പോ ഉറപ്പിക്കട്ടെ? സമ്മതാണോ രവിക്ക്? വരട്ടെ, ഇതിന് ചില കാലങ്ങളുണ്ട്, ഞാൻ പറയാം. നമസ്കാരം. നേരത്തെ വന്നായിരിക്കും. മനസ്സിലായില്ല. ഇവിടെയാണോ താമസം? ഞാൻ ഇപ്പോഴിങ്ങനെ വരികയായിരുന്നു. ഞാൻ വരാൻ ഇരിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് കണ്ടില്ല. ഞാൻ വടക്കുവശത്തൂടെ വന്നു. ഓ, അതാണ് കാണാത്തത്. വീടുകളുടെ മുൻവശത്തു കൂടി പോകാറില്ല അല്ലേ? എന്താണ് ഇത്ര കർക്കശമായി സംസാരിക്കുന്നത്? ഞാൻ ഒരു വീട്ടിൽ വരുന്നതിനും പോകുന്നതിനും ഒക്കെ മര്യാദകളുണ്ട്. രവി അറിഞ്ഞൂടെ? പറഞ്ഞു. ആരാണ് ഇയാൾ? അയ്യോ, അറിയില്ലേ? ഡ്രൈവർ കുറുപ്പമ്മാവന്റെ മകൻ. ഓഹോ, അമ്മാവന്റെ മകൻ. നല്ല മര്യാദക്കാരനാ. വടക്ക് വശത്ത് സ്വാതന്ത്ര്യമുള്ളവരെല്ലാം മര്യാദക്കാരാണ്. മുൻവശത്തിരിക്കുന്ന ഞാൻ ധിക്കാരി. എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നു? പക്ഷേ മേലാൽ ഇത് ആവർത്തിക്കരുത്, പറഞ്ഞേക്കാം. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. അയ്യോ, അങ്ങനെയൊന്നുമല്ല. രവി പാവമാണ്. സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് സന്ധ്യയ്ക്ക് പോകണം. ഇന്നോ? 2 ദിവസം നിൽക്കാമല്ലേ പറഞ്ഞത്? ഇപ്പോൾ അത് വേണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഏതായാലും പോകാനൊക്കത്തില്ല. 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. ഇന്ന് പോണ്ട, നാളെ പോവാം. ശരി. രാധേ, എനിക്കിവിടെ വന്ന് ഈ വേലിക്കടുത്ത് നിൽക്കാൻ എന്തൊരു കൊതിയായിരുന്നെന്ന്. നിങ്ങളുടെ അവിടെ വേലിയില്ലല്ലോ, മധുരല്ലേ? മതിലിനടുത്ത് വന്ന് നിൽക്കുന്ന നിന്റെ ചേട്ടന് ഇഷ്ടമല്ല. ഒരു ദിവസം വന്ന് നിന്നതിന് അടിയും കിട്ടി. ചേട്ടൻ അടിക്കുമോ? നീ എന്തറിഞ്ഞു? അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. മേനതിലെ കാർത്തിയുടെ ഭർത്താവും ഇതുപോലൊരാളാ, അടിക്കും. അയാൾ എത്ര നല്ല മനുഷ്യൻ. അല്ല ചേച്ചി, കാർത്തി എന്നോട് പറഞ്ഞതാണ് അയാൾ ചീത്തയാണ്. ശരിയായിരിക്കും. ദൂരെ കാഴ്ചയിൽ എല്ലാ പുരുഷന്മാരും നല്ലതാ. ആട്ടെ, നീ എന്നും കുന്നും ഇങ്ങനെ ഇരുന്നാ മതിയോ? എനിക്കിപ്പോഴൊന്നും വേണ്ട. രവിക്ക് നിന്നോട് ഇഷ്ടമാണോ? എനിക്കെങ്ങനെ അറിയാം? നിനക്കോ? ഞങ്ങൾ സംസാരിക്കും. എന്തിനാ മക്കളെ മഞ്ഞു കൊള്ളുന്നത്? ദീനങ്ങൾ ഉണ്ടാക്കി വെക്കാനാണോ? ഈ പോരിനടി ഇതാ വരുന്നമ്മേ. അമ്മയ്ക്ക് ഭയമാണ്. പിന്നെ ഭയക്കണ്ടേ? എന്റെ ബ്ലൗസ് നിനക്ക് ശരിയായിരിക്കുന്നല്ലോ. നമ്മുടെ വണ്ണം ഒന്നുപോലെയാണ്. ഇതുപോലെ 2 ബ്ലൗസ് പെട്ടിക്കകത്തുണ്ട്, അതുകൂടെ നീ എടുക്കും. അയ്യോ, എനിക്ക് വേണ്ട. ഇനി ചേട്ടൻ ചേച്ചിയെ വഴക്ക് പറയാനോ? നീ എടുത്തെന്ന് പറഞ്ഞ പിന്നെ വഴക്കില്ല. ചേട്ടനെ എന്നോട് ഇഷ്ടമാണ്. എന്നെ കൂടി സംബന്ധം ചെയ്യുമെന്ന് പറയുമോ? എന്തോ സൂക്ഷിച്ചോ. അകത്ത് പോയിനടി ആ സ്വത്തുക്കളെ. ചിരിക്കാൻ കണ്ട ഒരു സ്ഥലം. ചേട്ടൻ വളരെ നേരമായി വന്നിട്ട്. സമയമായോ? എന്തിനാ ചേട്ടൻ വന്നത്? ഡോക്ടറെ കാണാനാണോ? എന്തിന്? ഞാൻ വന്നത് നിന്നെ കാണാൻ. എന്നെ കാണാനോ? ഞാൻ രാവിലെ ചേട്ടന്റെ മുമ്പിൽ കൂടല്ലേ വന്നത്? അതെ, പലപ്പോഴും നീ എന്റെ മുമ്പിൽ കൂടി നടക്കാറുണ്ട്. ഇനി എന്റെ പുറകെ ഒന്ന് നടന്നുകൂടെ എന്നറിഞ്ഞാൽ കൊള്ളാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചേട്ടാ. അത് പോട്ടെ. വീട്ടിൽ വെച്ച് രാധമ്മയോട് പറയണ്ടെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അതെന്ത് കാര്യം ചേട്ടാ? എന്തിനാണ് ആവശ്യമില്ലാതെ അന്യചെറുപ്പക്കാർ വീട്ടിലൊക്കെ വരുന്നത്? അതും അടുക്കള വിചാരിക്കാരുടെ മറ്റും. അയ്യോ ചേട്ടാ, ഒരിക്കലും ആ രവിച്ചേട്ടനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ തെറ്റിദ്ധരിക്കട്ടെ ധരിക്കാതിരിക്കട്ടെ, ലോകം എന്ത് പറയും അതാലോചിക്കും. ചിലപ്പോഴൊക്കെ അവിടെ വരും, അമ്മയോട് സംസാരിക്കും. പാവമാണ്. നിന്നോട് സംസാരിക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിന്നെ അതിരറ്റ് സ്നേഹിക്കുന്നു. അത് നീ നശിപ്പിക്കരുത്. ഞാൻ പോകുന്നതിന് ശേഷം രാത്രിയുടെ ചേട്ടൻ വഴക്ക് പറഞ്ഞു. ഏയ്, ചേട്ടൻ ആള് മനസ്സിലാകാതെ പറഞ്ഞതാ. ആള് ഭയങ്കരനാ.
അയ്യോ, നല്ല സ്വഭാവമാ. ആ, അത് ഈ പ്രായത്തിന്റെ തകരാറാ. മീശയുള്ള ആളുകളെ കണ്ടാൽ എല്ലാം നല്ലവരാണെന്ന് തോന്നും. പക്ഷെ എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടില്ല. അതും ഈ പ്രായത്തിന്റെ തകരാറാ. തങ്ങൾക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയുടെ ആങ്ങളെയെന്നോ കസിന്നോ ചേട്ടനെന്നോ കേൾക്കുമ്പോൾ അവരോടൊരു വെറുപ്പ് തോന്നും. ശരിയായിരിക്കാം. രാധ ചേട്ടനോട് സംസാരിക്കുമോ? എന്താ, ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോകുമല്ലോ. ഓ, വീട്ടിൽ വെച്ച് കണ്ടാൽ പോരാത്തതുകൊണ്ട് അയാൾ ഡിസ്പെൻസറിയിലും വരുമല്ലേ? ആ, കണ്ടോ? ആ, കണ്ണുള്ളതുകൊണ്ട് ചിലതൊക്കെ കണ്ടുപോകുന്നു. ഓ, എന്തോ ഗർഭമുണ്ടല്ലോ. എന്താണ്? ഒന്നുമില്ല. എന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ, ഞങ്ങൾ സംസാരിക്കും, ചിരിക്കും, കളിക്കും. അതിനെന്താ? ഒന്നുമില്ല. ചേട്ടൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതുപോലെ പോരാ. ശരി മണ്ടിപ്പെണ്ണേ, ചേട്ടനല്ല സാക്ഷാൽ ഈശ്വരൻ തന്നെ വന്ന് പറഞ്ഞാലും ശരി, എന്റെ ശ്രീകോവിലെ പ്രതിഷ്ഠ നീ തന്നെയാണ്. മനസ്സിലായോ? എനിക്ക് ഈ ഒരു വാക്ക് മാത്രം മതി. മരിക്കാനും എനിക്ക് മടിയില്ല. മരിക്കാനോ? മരിക്കുന്നുള്ള എനിക്കെന്തിനാ? എനിക്ക് ജീവിച്ചിരിക്കാൻ തയ്യാറുള്ളവള് മതി. ഞാൻ ജീവിക്കാം.